ഹായ് ഹലോ എല്ലാവർക്കും ഷീസ്കോപ്പിലേക്ക് സ്വാഗതം. നമ്മൾ VFA അതുപോലെ ഡിഗ്രി മെയിൻസ് തുടങ്ങിയ എക്സാമുകൾക്കുള്ള റിവിഷൻ തുടങ്ങുകയാണ് കേട്ടോ. ആദ്യഘട്ട റിവിഷൻ എന്നുള്ള രീതിക്ക് ആദ്യഘട്ട റിവിഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ പോയിന്റുകളും തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സ് SCERT ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സോഴ്സ് ഫോളോ ചെയ്യുക. എല്ലാ സോഴ്സും കൂടെ ഒരുമിച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ഗൈഡാണ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗൈഡാണ്, ടാലന്റ്, ലക്ഷ്യ പോലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗൈഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിൽ നിന്നുള്ള നോട്ടുകൾ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ശ്രീധര മേനോന്റെ കേരള ചരിത്രം പോലെയുള്ള പുസ്തകങ്ങൾ ഫോളോ ചെയ്യാം. കേരള ചരിത്രം വായിക്കുമ്പം അതിലുള്ള ഏകദേശം കാര്യങ്ങൾ നമ്മളെ ഗൈഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ നോട്ട്സ് ഇത് നോക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഗൈഡുകൾ ഉപയോഗിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് സോഴ്സുകളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കേരള ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഇനി ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പ്രാചീന കേരള ചരിത്രത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അത്തരം ചരിത്ര രേഖകൾ ലഭിക്കുന്നത് ഒരുപാട് രേഖകളിൽ നിന്നാണ്, ചരിത്രത്തെ പറ്റിയുള്ള പുസ്തകങ്ങളിൽ നിന്നാണ്. അത്തരം പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് കേരളത്തെ പറ്റിയിട്ട്. ഇങ്ങനെ കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുരാണങ്ങൾ എന്ന് പറയുന്നത് വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഇങ്ങനെ 5 പുരാണങ്ങളാണ്. ഈ കാര്യം ഓർക്കുക. അതേപോലെ ഐതരേയ ആരണ്യകം എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥത്തിലും കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അതാണ് സംസ്കൃത ഗ്രന്ഥം. കേരളത്തെ പറ്റി പരാമർശമുള്ള പുരാതനമായിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകമാണ്. അതുപോലെ കാർത്യായനൻ രചിച്ച വാർത്തികം എന്ന ഗ്രന്ഥത്തില് കേരളത്തെ പറ്റി പരാമർശമുണ്ട്. ഈ ഗ്രന്ഥമാണ് കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്. കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വാർത്തികം. ഇത് രചിച്ചിരിക്കുന്നത് കാർത്യായനാണ്. അതൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അതേപോലെ കാളിദാസന്റെ രഘുവംശം എന്ന് പറയുന്ന കൃതിയിലും കേരളത്തെ പറ്റി പരാമർശമുണ്ട്. മനോഹരമായിട്ടുള്ള വിവരണമുണ്ട്. ഇനി പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് കേരള പഴമ, കേരള മഹാത്മ്യം, കേരളോൽപത്തി, കേരള ദേശധർമ്മം, മൂഷകവംശം, ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, മലബാർ മാനുവൽ, ഹോർത്തൂസ് മലബാറിക്കസ്, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ കേരളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രധാന ചരിത്ര ഗ്രന്ഥങ്ങളാണിവ. ഇനി ആദ്യത്തെ കേരളീയ കൃതിയായിട്ട് കണക്കാക്കപ്പെടുന്നത്, ചരിത്രപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയായി കണക്കാക്കപ്പെടുന്നത് മൂഷകവംശമാണ്. ഇനി കേരള പഴമ, അത് ഹെർമൻ ഗുണ്ടറിന്റെ രചിച്ചൊരു കൃതിയാണ്. കേരള പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്ന ഹെർമൻ ഗുണ്ടറാണ്. ഇനി കേരളത്തിലെ ആദ്യകാല ആദിമ നിവാസികൾ നെഗ്രിറ്റോ വർഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ ശേഷിപ്പുകളിൽ നിന്ന്, അവശിഷ്ടങ്ങളിൽ നിന്ന്, ഇവർ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കേരളത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് കേരള ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ധാരണ ലഭിക്കുന്നത്, സോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് മഹാശിലായുഗ കാലഘട്ടത്തില് കേരളത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്നാണ് നമുക്കിനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, മഹാശിലായുഗ കാലഘട്ടത്തില് എന്തൊക്കെയായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. കേരളത്തിലെ ശിലായുഗ അല്ലെങ്കിൽ മഹാശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ കാലഘട്ടം എന്ന് പറയുന്നത് BC 500-നും AD 300-നും ഇടയിലാണ്. മെഗാലിത്തിക് ഏജ് ഓൾറെഡി നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. മഹാശിലായുഗ കാലഘട്ടം. ഈ സമയത്ത് ലഭിച്ചിട്ടുള്ള സ്മാരകങ്ങളെയാണ് നമ്മൾ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. പ്രാചീന ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അയൺ ഏജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മഹാശിലാ സംസ്കാര കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ നമ്മൾ പറയുന്നത് തമിഴകം എന്നുള്ളതാണ്. ഇതിന് ശേഷമുള്ള പ്രദേശങ്ങളാണ് ആക്ച്വലി തമിഴകം കേട്ടോ. തമിഴകമൊക്കെ വരുന്നത് നമുക്കറിയാം സംഘ കാലഘട്ടത്തിലൊക്കെയാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. പ്രാചീന കാലത്തുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് മൺപാത്രങ്ങൾ. അതായത് അകം കറുത്തതും പുറം ചുവന്നതുമായ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. ഇത് നിങ്ങൾ ഓർക്കാൻ മൺചട്ടി ഓർത്താൽ മതി. മൺചട്ടിന്റെ പുറം ചുവന്നിട്ടല്ലേ ഉണ്ടാവുക. നമ്മൾ കുറെ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കറുത്ത് വരും. അപ്പോൾ അകം കറുത്തതും പുറം ചുവന്നതുമായിട്ടുള്ള പാത്രങ്ങളാണ്
ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് പറയുന്നത്. ഇനി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉപകരണങ്ങൾ ഏതാണെന്ന് നോക്കൂ. വാൾ, കുന്തം, കത്തി, ചൂണ്ടക്കൊളുത്ത്, വിളക്ക്, ആണികൾ, വിളക്ക് കാലുകൾ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ അപ്പവും ഉപയോഗിച്ചിരുന്നു എന്ന് ആലോചിച്ചാൽ മതി, ഇരുമ്പ് ഉപകരണങ്ങൾ. ഇനി എടയ്ക്കൽ ഗുഹ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗുഹകളാണ്. സ്ഥലം എവിടെയാണ്? വയനാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിലായുഗ ഗുഹകളാണ് എടയ്ക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിലായുഗ ഗുഹകളാണ് എടയ്ക്കൽ ഗുഹ. ഇത് കണ്ടെത്തിയത് ഫ്രെഡ് ഫോസ്റ്റ് എന്ന ഇംഗ്ലീഷുകാരനാണ്. ഫ്രെഡ് ഫോസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ്. ഈ ഗുഹകളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ലിപി എന്ന് പറയുന്നത്, ശിലാലിഖിതങ്ങൾ എന്ന് പറയുന്നത് ദ്രാവിഡ ബ്രാഹ്മി ലിപിയിലാണ്. ഇനി ശവസംസ്കാര സ്മാരകങ്ങള് മഹാശിലായുഗ കാലഘട്ടത്തിന്റെ അവശിഷ്ടങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. മഹാശിലകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരുന്ന വിവിധ രൂപത്തിലുള്ള കല്ലുകളെയാണ് നമ്മൾ മഹാശിലകൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട രൂപങ്ങൾ എന്ന് പറയുന്നത് കുടക്കല്ലുകൾ, മുനിയറകൾ, നന്നങ്ങാടികൾ എന്നിങ്ങനെയാണ്. ഇനി നന്നങ്ങാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, ചില മ്യൂസിയങ്ങളിലൊക്കെ പോയപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. അപ്പൊ നന്നങ്ങാടികൾ എന്ന് പറയുന്നത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികളാണ്. ഇവയെ മുതുമക്കത്താഴികൾ, ഇവയുടെ ഒത്തിരിക്കുക മുതുമക്കത്താഴികൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി യുദ്ധത്തിൽ മരിക്കുന്ന യോദ്ധാവിന്റെ ശവകുടീരത്തിൽ സ്ഥാപിക്കുന്ന കല്ലാണ് വീരക്കല്ല് അല്ലെങ്കിൽ നടുക്കല്ല്. വീരക്കല്ല് അല്ലെങ്കിൽ നടുക്കല്ല് എന്ന് പറയുന്നത് യുദ്ധത്തിൽ മരിക്കുന്ന യോദ്ധാവിന്റെ ശവകുടീരത്തിൽ സ്ഥാപിക്കുന്ന കല്ലുകളാണ്. അതേപോലെ മഹാശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇടുക്കിയിലെ മറയൂരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, തൃശ്ശൂരിലെ പോർക്കളം, വയനാട്ടിലെ കുപ്പക്കൊല്ലി, കൊല്ലത്തെ മങ്ങാട്, പാലക്കാടിലെ ആനക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് മഹാശിലായുഗ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇനി ഇടുക്കിയിലെ മറയൂർ ധാരാളമായി മുനിയറകൾ കണ്ടെത്തിയ പ്രദേശമാണ് ഇടുക്കിയിലെ മറയൂർ. ഇനി ചേരമങ്ങാട്, തൃശ്ശൂര്, അതുപോലെ കോട്ടയത്തെ കടനാട്, അതുപോലെ അഴീക്കോട് തുടങ്ങിയ സ്ഥലത്ത് ശവക്കല്ലറകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെ തൃശ്ശൂർ ചേരമങ്ങാട് എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് കുടക്കല്ല് പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതുപോലെ 2020 ഏപ്രിൽ ഗവേഷകർ മെഗാലിത്തിക് റോക്കറ്റ് ചേമ്പേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. പേരളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പേരളം എന്ന് പറയുന്ന സ്ഥലത്ത് മെഗാലിത്തിക് റോക്കറ്റ് ചേമ്പേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് കൂടി പിന്നെ ഇപ്പൊ അടുത്ത് ഇത്തരത്തിൽ ആൻഷ്യന്റ് ഹിസ്റ്ററിനോട് ചേർന്നിട്ടുള്ള, അതായത് പ്രാചീന കാലഘട്ടത്തിനോട് കണ്ടുവെത്തിയിട്ടുള്ള അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് പറയുക, കമന്റ് ചെയ്യുക കേട്ടോ. ഞാനൊരു 2 മിനിറ്റ് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി സമയം തരാം. ഒന്ന് ആലോചിച്ച് നോക്കുക എവിടെയാണ് കണ്ടുപിടിച്ചതെന്ന്. എക്സ്കവേഷൻസ് നടത്തിയിട്ടുള്ളത് എവിടെയാണ് ഇപ്പോൾ അടുത്ത്? അതെ, കീഴാടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ കൂടെ നിങ്ങൾ വായിക്കുക കേട്ടോ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അത് കറണ്ട് അഫയേഴ്സിൽ ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, കീഴാടി എക്സ്കവേഷൻസിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. കീഴാടി കേട്ടോ, കീഴാടി അല്ലെങ്കിൽ കീഴാടി. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ദയവേത് കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ് തൊട്ട് ടെലഗ്രാം ചാനലിന്റെ ലിങ്കോ അല്ലെങ്കിൽ പിന്നെ ഈ നോട്ട്സിന്റെ തന്നെ ലിങ്കോ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക കമന്റ് ബോക്സിൽ. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആളുകളോ ഒക്കെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അവരോടുകൂടി നിങ്ങൾ ഈ ചാനലിന്റെ കാര്യം പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ പെട്ടെന്ന് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ചാനൽ ലൈക്ക് ചെയ്യാം, അതേപോലെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.